നിങ്ങളോ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലുമോ എന്തെങ്കിലും കാര്യത്തിൽ അഡിക്റ്റഡ് ആണ് എങ്കിൽ നിങ്ങൾ അവരെ പരിഗണിക്കേണ്ടത് ഒരു ഹെൽത്ത് ഇഷ്യൂ അനുഭവിക്കുന്ന ആളായിട്ടായിരിക്കണം. അഡിക്ഷൻ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന അമിതമായ ഡോപ്പമീൻ റിലീസ് കാരണം ഉണ്ടാകുന്ന സന്തോഷവും അതിനുവേണ്ടി പിന്നീട് നമ്മുടെ തലച്ചോറും നമ്മുടെ ശരീരവും ഡോപ്പമീൻ റഷിന് വേണ്ടി ക്രേവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതും കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും അഡിക്റ്റഡ് ആയി മാറുന്നത്. ഇത് റിയലൈസ് ചെയ്യാതെ നമ്മൾ ആ അഡിക്ഷനെ ഒരു ഭീഷണി കൊണ്ടോ വഴക്ക് പറഞ്ഞോ അല്ല എങ്കിൽ അമിതമായ വികാര പ്രകടനം കൊണ്ടോ ഒക്കെ ഈ ഡോപ്പമീൻ റഷിനെ മാനേജ് ചെയ്യാൻ കഴിയും എന്ന് വിചാരിക്കുന്നതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. നമ്മൾ ഇതിനെ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയി കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു രോഗിയെ പരിഗണിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഇവരെ കാണാൻ സാധിക്കും. അങ്ങനെ കാണാൻ സാധിക്കുമ്പോൾ തന്നെ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മുഴുവനായി ഒരു മാറ്റമുണ്ടാകും. അവരോട് വെറുപ്പും ദേഷ്യവും തോന്നുന്നതിന് പകരം സ്നേഹവും സഹാനുഭൂതിയും തോന്നും. ഏത് തരത്തിലുള്ള അഡിക്ഷൻ ആണെങ്കിലും. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ള ആർക്കെങ്കിലുമോ ഏതെങ്കിലും തരത്തിൽ അഡിക്ഷൻ ഉണ്ട് എങ്കിൽ അവർക്കുള്ളത് ഒരു ഹെൽത്ത് ഇഷ്യൂ ആണ് എന്ന തരത്തിൽ മനസ്സിലാക്കുക. അയാൾക്ക് വിദഗ്ധ ചികിത്സ കൃത്യസമയത്ത് തന്നെ കൊടുക്കാൻ സാധിച്ചാൽ അഡിക്ഷനിൽ നിന്നും ഒരു വിമുക്തി സാധ്യമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.